ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മുടെ ഓൾ കേരള ട്രിപ്പിൻ്റെ ഡേ 2 ആണ് കേട്ടോ. ഡേ 3 ആണ് കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ ദിവസം ഇന്ന് നമ്മൾ രാവിലെ ഒരു 6 മണിക്ക് കൊച്ചിയിലെത്തണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇന്നലെ ഒരു മുട്ടൻ പണി കിട്ടി കേട്ടോ. അയ്യോ കൈ കഴിക്കുന്നത്. മുട്ടൻ പണി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വലിയമ്മയുടെ മോളുടെ ചേച്ചിയുടെ വീട്ടിൽ ഞാൻ പോയായിരുന്നു. ഏകദേശം നാട്ടകം നമ്മൾ മലരിക്കൽ ആമ്പൽത്തോട്ടത്തിൻ്റെ അടുത്താണ് കേട്ടോ. അപ്പോൾ അവിടെ പോയെടുത്ത് വെച്ച് നമുക്കൊരു പണി കിട്ടി. രാത്രി ഒരു 9 മണിയായപ്പോൾ അവിടെ തിരിക്കാൻ സമയപ്പോൾ മഴ തുടങ്ങി. മഴയാണെങ്കിൽ തോരുന്നുമില്ല. 10:30 വരെ നോക്കി. എൻ്റെ ബാഗുകൾ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തിരുവല്ലയിലാണ് ഇരുന്നത്. ഞാനാണെങ്കിൽ കോട്ടയത്ത് വെച്ച്. പക്ഷേ പോയപ്പോൾ ആ ലഗേജ് കൂടെ കൊണ്ടുപോയിരുന്നെങ്കിൽ എനിക്ക് അതുവഴി അങ്ങ് രാവിലെ എറണാകുളത്ത് പോയാൽ മതിയായിരുന്നു. അപ്പോൾ എനിക്ക് അതിന് പറ്റിയിട്ടില്ല. പിന്നെ ഒരു പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ റെയിൻ കോട്ടൊക്കെ നമ്മുടെ ലഗേജ് ബാഗിലായിപ്പോയി. അങ്ങനെ അതും ഒരു പണിയായി. അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 3 ആണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് കൊച്ചിക്ക് പോകാൻ പോവാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് അർത്തുങ്കൽ പള്ളിയിലൊന്ന് കയറിയിട്ട് നേരെ കൊച്ചിയിൽ പോകണം. അപ്പോൾ കൊച്ചിയിലുള്ള വീഡിയോ ഒന്നുമില്ല. അപ്പോൾ ജസ്റ്റ് അർത്തുങ്കൽ പള്ളി ഒന്ന് കാണിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പോയിട്ട് സ്റ്റേ എടുക്കണം. അവിടെ സ്റ്റേയിൽ കയറിയിട്ട് നാളെയും മറ്റന്നാളുമാണ് കൊച്ചി കറങ്ങാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ബേക്കറി കിടക്കുന്നുണ്ട്, ഇത് കരിമ്പാണ് കേട്ടോ. നമ്മുടെ കേരളത്തിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൻ്റെ അടുത്താണ് കേട്ടോ ഞാൻ നിൽക്കുന്നത്. നമ്മുടെ തിരുവല്ലയിലെ നെടുപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. എൻ്റെ വലിയമഴൻ്റെ തൊട്ടടുത്താണ്. നമ്മൾ PSC പഠിക്കുന്നവർക്കൊക്കെ ഒരു ആൻസറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്, നമ്മൾ ബൈക്ക് റെഡി ആയിട്ടുണ്ട്, ലഗേജ് ഇതേ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോവാം, അങ്ങോട്ട് പോവാം. അയ്യോ കൊച്ചിയിലോട്ടുള്ള കാഴ്ചകൾ അല്ല, അർത്തുങ്കൽ പള്ളിയിലേക്കുള്ള കാഴ്ചകൾ കാണാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് നല്ല താമസിച്ചു. കാരണം തിരുവല്ല നമ്മൾ അവിടെ നിന്ന് ഏകദേശം നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ നിന്ന് ഇനി 1.5 മണിക്കൂർ കാണിക്കുന്നുണ്ട് അർത്തുങ്കൽ ബസലിക്കയിലേക്ക്. കാരണം അർത്തുങ്കൽ പള്ളിയിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല. എടത്വ പള്ളി എല്ലായിടവും പോയിട്ടുണ്ട്. അപ്പോൾ പോകുമ്പോൾ ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയുള്ളൊരു യാത്രയാണ് കേട്ടോ. അപ്പോൾ ബസലിക്ക പള്ളിയുടെ വീഡിയോയോടുകൂടി നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യും. ഇനി ഇവിടെ നിന്ന് ഏകദേശം 1.5 മണിക്കൂർ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ എനിക്ക് അവിടെ നിന്ന് കോട്ടയത്ത് നിന്ന് എൻ്റെ തിരുവല്ലയിൽ വലിയമ്മേരെ വീട്ടിൽ വരാൻ പറ്റിയിരുന്നുവെങ്കിൽ ഞാനിപ്പോൾ കൊച്ചിയിലെത്തി ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുമായിരുന്നു. ഇനി ഇവിടെ നിന്ന് പോയി അർത്തുങ്കൽ പള്ളിയുടെ വീഡിയോ എടുത്തിട്ട് അവിടെ നിന്ന് നേരെ എനിക്ക് കൊച്ചിയിൽ പോകണം. അവിടെ പോയി അവിടെ റൂം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ MG റോഡിലുള്ള ലോ ബഡ്ജറ്റിൽ താമസിക്കുന്ന റൂമാണ്, ഡോർമെട്രിയാണ് കേട്ടോ. 300 രൂപയാണ് പെർ ഹെഡ് വരുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ അടുത്തൊരിതായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഓൾ കേരള ട്രിപ്പിൻ്റെ ഡേ 3 ആണ്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഇത്രയും ഒന്ന് കവർ ചെയ്തായിരുന്നു. കോട്ടയത്തുള്ള സ്ഥലം ഇനി ഒന്ന് തപ്പിപ്പിടിക്കണം. തിരിച്ചു വരുമ്പോൾ നമുക്ക് കോട്ടയം ഒന്ന് കവർ ചെയ്യാം. ഇനി എറണാകുളത്ത് 2 ദിവസം ഉണ്ട് കേട്ടോ. ഇന്നും നാളെയും എറണാകുളത്തുണ്ടാവും. മറ്റന്നാൾ ആണ് എറണാകുളത്തുനിന്ന് പോകുന്നത്. അയ്യോ ഇവിടെ നിന്ന് എങ്ങോട്ട് മാപ്പ് നോക്കട്ടെ, ഇടത്തോട്ടാ. ഓക്കേ. ഇത് പറയുമ്പോൾ ആലപ്പുഴ റൂട്ടാണ്. ഇന്നലെ നമ്മൾ പോയ അതേ റൂട്ടാണ് കേട്ടോ. ഇന്നലെ ഞാൻ ആലപ്പുഴയ്ക്ക് പോയ അതേ റൂട്ടിൽ തന്നെയാണ് പോകുന്നത്. അവിടെ പോയിട്ട് അവിടെ നിന്നാണ് റൈറ്റ് തിരിഞ്ഞ് നമ്മൾ ഏതോ വഴി കൂടെ പോകുന്നത്. ഈ ബൈപ്പാസിൽ പണി നടക്കുന്നുണ്ടോ? 4 വരി പാതയുടെ പണി നല്ല ഗ്രാൻഡ് രീതിക്കാണ് കേട്ടോ പണി നടക്കുന്നത്. ഇങ്ങ് താഴെയാണ് കേട്ടോ ആലപ്പുഴ ബീച്ച്. ആ ഒരു ഭാഗത്തായിട്ടാണ് ആലപ്പുഴ ബീച്ച് വരുന്നത്. അപ്പോൾ നമ്മൾ ആലപ്പുഴ ബീച്ചിലോട്ടൊന്നും പോകുന്നില്ല. ഇവിടെ പണി നടക്കുന്നത് ഇത് 4 വരി പാതയൊക്കെ ആയിക്കഴിഞ്ഞാൽ സെറ്റാണ്. ഇപ്പോൾ 2 വരി പാതയായിട്ട് തന്നെ ഇതുവഴി നമുക്ക് ഈസി ആയിട്ട് പോവാം. നമുക്ക് വേറെ ട്രാഫിക് ബ്ലോക്കോ ഒന്നുമില്ല. ആലപ്പുഴ ബീച്ച് തൊട്ട് താഴെ. ആലപ്പുഴ ബീച്ചിലോട്ട് ഇറങ്ങുന്നില്ല. ഈ മുട്ടൻ വെയിലത്ത് പോയി ആലപ്പുഴ ബീച്ചിലിറങ്ങിയാൽ പിന്നെ ഇറങ്ങേണ്ടി വരില്ല ഗൈസ്. പെയ്ത മഴയാണ് കേട്ടോ ഇതൊക്കെ. ഇത് എന്തിനു വേണ്ടി പെയ്തതാണെന്ന് അറിയട്ടെ. എന്തായാലും എൻ്റെ വണ്ടി സർവീസ് ചെയ്യാനൊക്കെ ഇറക്കേണ്ടി വരും മിക്കവാറും. ഓക്കേ. അപ്പം ഈ തുമ്പോളിയിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ബീച്ച് എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ തുമ്പോളി ചർച്ച് ഒരു അടിപൊളി ഒരു ചർച്ചാണ്. അത് കാണിച്ചു തരാം എന്തായാലും. ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ തുമ്പോളി ചർച്ച് കാണാൻ വേണ്ടി. നമുക്ക് ഈ തുമ്പോളി ചർച്ച് ഒന്ന് കാണാം കേട്ടോ. ഞാൻ വന്ന വഴിക്ക് അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് ബീച്ച് എന്നൊരു ബോർഡ് കണ്ടത് കൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായൊരു ചർച്ചാണ് കേട്ടോ. അത് വേറെ മാറ്റമൊന്നും ഇല്ല. ഇതൊരു അടിപൊളി ചർച്ചാണെന്നുള്ളതിന്. കാരണം നമുക്ക് ആ ഒരു വിഷ്വൽ കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാകുമായിരിക്കണം. എന്തായാലും നമുക്ക് വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാം എവിടെയെങ്കിലും. അമ്മേ മണൽ ഇപ്പം ചത്തേനെ. ഭാഗ്യം ചത്തിൻ്റെ. അടിപൊളി. നമ്മുടെ ഇന്നത്തെ ഓൾ കേരള ട്രിപ്പ് നമുക്ക് ഒരു എന്താ പറയുക, ഒരു തീർത്ഥാടനമാക്കി മാറ്റാം. എന്തായാലും അർത്തുങ്കൽ പള്ളിയിലേക്കല്ലേ പോകുന്ന വഴിക്ക് നമ്മൾ തുമ്പോളി എന്ന് പറഞ്ഞാൽ ചർച്ചിലോട്ട് കൊണ്ടുവന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അകത്തോട്ട് കയറുന്നില്ല, പുറത്ത് നിന്ന് കാണാം. ഈ ക്യാമറ ഇളക്കി എടുക്കാനൊന്നും എനിക്ക് വയ്യ, അതുകൊണ്ടാണ്.
ചെരുപ്പിട്ടോണ്ട് കയറാവോ മക്കളെ ഇവിടെ? അല്ല നിനക്ക് ചെരുപ്പില്ല, എനിക്കിട്ടോണ്ട് കയറാവോന്ന്. ആ കയറാവേ തന്നെ. ആ ഓക്കെ. അതെ, ഈ ഒരു കപ്പലിൻ്റെ താഴെ മീനുകൾ കിടക്കുന്നുണ്ടോ? അടിപൊളി, നല്ല വലിയ മീനുകളാണ് കേട്ടോ. അപ്പോൾ ഈ തുമ്പോളി ചർച്ച് നമ്മുടെ ലിസ്റ്റിലില്ലാത്തതാണ്. എന്നാലും കറങ്ങിത്തിരിഞ്ഞ് എത്തിയത് എന്തായാലും ഒരു ഐതിഹ്യമുള്ള ചർച്ചിലേക്ക്. എന്തായാലും അതൊന്നും നോക്കുന്നില്ല, കാരണം നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ അർത്തുങ്കലാണ്. എവിടെ നിന്നാണ് വരുന്നേ? ഇവിടെ വീട്? എൻ്റെ വീട് തിരുവനന്തപുരം. നിൻ്റെ അടുത്തല്ലേ ഞാൻ ഇപ്പം ചോദിച്ചേ? അല്ലേ അല്ലേ? നീ നിനക്ക് ഫോണൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാ യൂട്യൂബ് ചാനൽ ചോദിച്ചേ? ആ എന്തോന്ന്? ഓ അങ്ങനെ. ആ ഇത് ക്യാമറയാണ്. ഇതോ? അത് ക്യാമറ? ഫോട്ടോ കേട്ടില്ല. ഫോട്ടോ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി. ഇത് ഫോട്ടോ എടുക്കാൻ വേറെ ഫോണുണ്ട്. ആര് ഫോട്ടോ എടുത്ത് തരും? ആ ഫോട്ടോ എടുത്ത് തരുമോ? ആ നീ ഫോട്ടോ എടുത്ത് തരാമെന്ന് പറഞ്ഞാലാണ് കേട്ടോ ഞാൻ ഇതെല്ലാം അയച്ചു ഉറക്കി വെച്ചത്. വിശ്വാസത്തോടെ വരുന്നവർക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം, ഉണ്ടോ ഇവിടെ കാണിക്കയിടാം, അങ്ങനെയുള്ള എല്ലാ സംഭവമുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റിയൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല കേട്ടോ. പള്ളിയൊന്ന് ജസ്റ്റ് കാണുക, ആ ഒരു ഇത് തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റാണ് കേട്ടോ പള്ളി. ഓ ഫോട്ടോ എടുക്കാമെന്ന്. എന്ത് ഫോട്ടോ എടുക്കാൻ വന്നൂടെ? വന്നൂടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ? ഞാൻ വേറൊരു സ്ഥലത്ത് പോയത്, അപ്പോഴാണ് ഈ ഒരു പള്ളി കണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയത്. വേറൊരു സ്ഥലത്ത് പോയത്, അപ്പോഴാണ് ഈ പള്ളി കണ്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയത്. ഓക്കെ, അർത്തുങ്കൽ പള്ളി. അവിടെ നിന്ന് നേരെ എറണാകുളം. എറണാകുളം പള്ളിയല്ല, അവിടെ ഇന്ന് സ്റ്റേ. നാളെ തൊട്ട് അവിടെ നിന്ന് എവിടെയെങ്കിലും കാണണം, അങ്ങ് പോകണം. എന്ത്? വേളാങ്കണ്ണി പോയിട്ടുണ്ട് ഞാൻ. അങ്ങനെ പള്ളി മാത്രമല്ല, ഇത് ഇങ്ങോട്ട് വന്നപ്പോഴും ജസ്റ്റ് ഇവിടെ നിന്ന് കണ്ട് ബീച്ചെന്ന് പറഞ്ഞ് കണ്ട്. അങ്ങനെ ബീച്ചിലോട്ട് ഇറങ്ങിയപ്പോഴാണ് ഇത്രയും വലിയ മനോഹരമായൊരു പള്ളി. അത് തന്നെ ബീച്ചിലോട്ട് ഇറങ്ങിയപ്പോഴാണ് ഈ വലിയ പള്ളിയുണ്ട്. അപ്പോൾ പിന്നെ ഈ പള്ളി ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. തിരുവനന്തപുരം എത്ര പ്രാവശ്യം പറയണം തിരുവനന്തപുരം? അവർക്ക് കേൾക്കൂല. പറഞ്ഞ തിരുവനന്തപുരം എന്ന്. ഓ പിന്നെ കുറേ നേരം കൊണ്ട് പറയണം. എത്ര പ്രാവശ്യം പറഞ്ഞു ചോദിച്ചു നോക്ക്. ആ നീ കേട്ട് കാണൂലേ എങ്കിൽ. ആ അടുത്തിന് ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി കോഴിക്കോട് അങ്ങോട്ട് ഇങ്ങോട്ട് എവിടെയെങ്കിലുമൊക്കെ പോകണം. പോണ്ടേ? ആ പിന്നെ അപ്പം ശരി, ടാറ്റ. ആ ഇനി ഞാൻ ഇവിടെ നിന്ന് പോവാം. ആ ആ എന്തോ അതെന്ത്? ഞാൻ പോകണ്ടേ ഇവിടെ നിന്ന്? എൻ്റെ യൂട്യൂബ് ചാനൽ കള്ളം പറയല്ലേ നീ? എൻ്റെ പേരെന്തോന്ന്? എന്തോന്നിൻ്റെ വീഡിയോ ഉണ്ടേ? ഫ്രൂട്ട്സിൻ്റെയോ? ഫുഡ് വ്ലോഗാണോ വേണ്ടേ? ആ എന്നെ പോലെ തരിച്ചേട്ടേ, നീ ചുമ്മാ കള്ളം പറയല്ലേ നീ? എൻ്റെ പേരോ? ചാനലിൻ്റെ പേരോ? റോയൽ ട്രിവിയൻസ്. ഓ ട്രിവിയൻസ് തിരുവനന്തപുരത്ത് കയറാൻ അതിനെന്തോ കുഴപ്പം? വീഡിയോ എടുത്തില്ല? എപ്പോ? ബെസ്റ്റ്. സൈക്കിൾ ഇപ്പൊ പോകും. എനിക്ക് സൈക്കിൾ വിട്ടാ? ആ എനിക്ക് സൈക്കിൾ വിട്ടാ പാവല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് കുറേ വാഴകളെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. എടാ നീ അങ്ങനെ കുനിയൊന്നും വേണ്ട, അല്ലാതെ തന്നെ കിട്ടും. നീ കുനിയൊന്നും വേണ്ട, അല്ലാതെ തന്നെ കിട്ടും. ഓക്കെ അപ്പോൾ ശരി, ഞാൻ പോകുന്നു. ടാറ്റ. ആ എവിടെയെങ്കിലും വെച്ച് കാണാം. അപ്പോൾ ശരി. ഫ്രണ്ട് ക്യാമറ ഓണാക്കി കിടക്കുന്ന? ഇല്ലല്ലോ. ഓക്കെ ഓഫ് തന്നെയല്ലോ. ഓക്കെ ശരി. ട്രാവൽസാ? ട്രിവിയൻസ്. ഓക്കെ ശരി, അപ്പോൾ പാകല. അങ്ങനെ കൊച്ചിറുക്കന്മാരോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. അടുത്ത അർത്തുങ്കൽ ബസലിക്കയിലോട്ടാണ് നമ്മുടെ അടുത്ത ഒരു യാത്ര. എല്ലാ പിള്ളേരും ഇരുന്നുകൊണ്ട് നോക്കുന്നു.
നമ്മളീ പോകുന്ന റൂട്ടെന്ന് പറയുന്നത് മാരാരിക്കുളം ബീച്ച് ഈ റൂട്ടിലാണ്, നമ്മുടെ അർത്തുങ്കൽ പള്ളി ഈ ഒരു ബീച്ചിലാണ്, പിന്നെ ചെല്ലാനം ഹാർബറും ഇതെല്ലാം ഈ ഒരു റൂട്ടിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ തീരദേശ ഹൈവേയുടെ അടുത്തുകൂടിയാണ് നമ്മൾ പോകുന്നത്. തീരദേശ റോഡിൻ്റെ അടുത്തുകൂടിയാണ് കേട്ടോ, കടലിൻ്റെ കരയിലോട് ചേർന്ന്. കാരണം ഇവിടെ മൊത്തം കടൽ മണ്ണാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും കടലിൻ്റെ അടുത്തുകൂടെയുള്ളൊരു യാത്രയാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ, അർത്തുങ്കൽ ബസലിക്ക, അർത്തുങ്കൽ സെൻറ്റ് ആൻഡ്രൂസ് ബസലിക്ക. ഓക്കെ, അവിടെ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ ഓൾ കേരള ട്രിപ്പിൻ്റെ 3ാമത്തെ ദിവസത്തെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇതാണ്. ഇവിടെയാണെങ്കിൽ നമ്മൾ ഫുഡ് കോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, വാഴയിലയിൽ ഊണ് ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. നമ്മൾ വാഹനമൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. സെൻറ്റ് ആൻഡ്രൂസ് ബസലിക്ക. അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്, അർത്തുങ്കൽ ചർച്ച്. നമ്മളിതൊരു അർത്തുങ്കൽ ചർച്ചിൽ വന്നിട്ടില്ല. ഇവിടെ മറ്റേ ഉത്സവം എന്തോ നടക്കാനുള്ള പ്ലാനാണെന്നാണ് തോന്നുന്നത് അവിടെ. അത് തന്നെ. പരിശുദ്ധ കന്യാമറിയം സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടി ധരിക്കപ്പെട്ടു. അപ്പോൾ നമ്മുടെ അർത്തുങ്കൽ പള്ളിയിൽ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് കേട്ടോ, അതെല്ലാം ഞാൻ പറഞ്ഞുതരാം. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലാണ് കേട്ടോ അർത്തുങ്കൽ ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. പോർച്ചുഗീസുകാർ ആണ് ഈ ദേവാലയം പണി കഴിപ്പിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഈ അർത്തുങ്കൽ പള്ളി എന്നതിന് ഒരു കഥയുണ്ട് കേട്ടോ. മധ്യകാലത്ത് നിലനിന്നിരുന്ന ഒരു നാട്ടുരാജ്യമായിരുന്നു മുത്തേടം. അതിൻ്റെ തലസ്ഥാനമായിരുന്നു കേട്ടോ നമ്മുടെ അർത്തുങ്കൽ പള്ളി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിൽ ബുദ്ധമതം ശക്തിയാർജിച്ചിരുന്ന കാലത്ത് ഇവിടെ ഒരു ബുദ്ധക്ഷേത്രമുണ്ടായിരുന്നു. ബുദ്ധമതത്തിൽപ്പെട്ടവരെ അർഹർ എന്നും അവരുടെ ആരാധനാലയത്തെ കല്ലും എന്നും പറഞ്ഞിരുന്നു. അങ്ങനെ അർഹതൻ കല്ല് എന്ന പേര് ചുരുങ്ങിയാണ് അർത്തുങ്കൽ എന്ന പേര് വന്നത്. പിന്നീട് പോർച്ചുഗീസുകാർ ഇന്ന് കാണുന്ന ദേവാലയം നിർമ്മിച്ചു എന്ന് പറയപ്പെടുന്നു. വാസ്കോഡ ഗാമയുടെ വരവിനെ തുടർന്ന് കേരളത്തിൽ പോർച്ചുഗീസ് മിഷണറിമാരും വന്നെത്തി കേട്ടോ. AD 560 മുത്തേടത്ത് രാജാവിനോട് അപേക്ഷിച്ച് AD 581 അനുമതി നൽകി. അന്ന് തടിയും ഓലയും കൊണ്ടായിരുന്നു പള്ളി. AD 581 നവംബർ 30 അർത്തുങ്കൽ സെൻറ്റ് ആൻഡ്രോസ് പള്ളി എന്ന് പേര് വന്നു. ഫാദർ ഗ്യാസ്പർ പെസ് ആയിരുന്നു ആദ്യത്തെ ഭരണാധികാരി. നമ്മൾ അർത്തുങ്കൽ പള്ളിയിലെ ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റൂ. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം ഇവിടെ എല്ലാം ഇങ്ങനെ പ്രതിമ രൂപേണ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അർത്തുങ്കൽ പള്ളിയിൽ. ഇവിടുത്തെ ഗാർഡനൊക്കെ വളരെ മനോഹരമായി അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ വരുന്നതുകൊണ്ട് നമ്മൾ ഗൂഗിൾ മാപ്പിൽ അർത്തുങ്കൽ പള്ളിയെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ലൊക്കേഷനൊക്കെ കിട്ടും കേട്ടോ. ഇവിടുത്തെ ഗാർഡനൊക്കെ കാണാൻ വളരെ മനോഹരമാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഇവിടുത്തെ ഗാർഡനെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തോ ഉത്സവം നടക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണെന്നോ, ഒന്നേലും ഉത്സവം കഴിഞ്ഞതായിരിക്കണം, അല്ലെങ്കിൽ ഉത്സവം നടക്കാൻ പോകുന്നതായിരിക്കണം. എന്തായാലും ഇവിടെ ഒരു ഉത്സവത്തിൻ്റെ ഒരു പ്രതീതിയൊക്കെ വരുന്നുണ്ട്. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ, പുൽത്തകടികളിൽ പ്രവേശിക്കരുത്, പൂക്കളും ചെടികളും പറിക്കരുത്, കർത്താവിൻ്റെ ഭവനാങ്കണം മനോഹരമായി സൂക്ഷിക്കുവാൻ സഹകരിക്കുക. എന്തായാലും ആ ഒരു വാക്ക് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ എല്ലാം യേശുവിൻ്റെ യേശുവിൻ്റെ സ്വർഗ്ഗാരോഹണം, ഇവിടെയെല്ലാം യേശുവിൻ്റെ ഓരോ ഘട്ടമായിട്ടുള്ള ആഗമന ഉദ്ദേശം മുതൽ ജനനം മുതൽ ക്രൂശീകരണം വരെ എല്ലാം ഇങ്ങനെ പ്രതിമയായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. അർത്തുങ്കൽ ബസലിക്ക ചർച്ചിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ നിൽക്കുന്നത്. ഈ ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ച ഉണ്ടോ, വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. ഒരുപാട് ആൾക്കാർ വിശ്വാസത്തോടെയും വിശ്വാസമില്ലാതെയും എല്ലാ രീതിക്കും ഈ അർത്തുങ്കൽ ചർച്ച് സന്ദർശിക്കുന്നുണ്ട് കേട്ടോ. ശബരിമല അയ്യപ്പനും ഇവിടുത്തെ ആദ്യത്തെ പുരോഹിതനും തമ്മിൽ നല്ല സൗഹൃദമായിരുന്നെന്നും അങ്ങനെ ശബരിമലയിൽ വരുന്ന വിശ്വാസികൾ ആ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് ഈ അർത്തുങ്കൽ ചർച്ചിലോട്ട് എത്തുമെന്നും ഒക്കെ ഒരു ഇതുണ്ട് കേട്ടോ. അവരുടേതായ ഒരു ആചാരം പോലെ നിലനിൽക്കുന്നൊരു സംഭവമുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം യേശുവിൻ്റെ പ്രതിമകൾ ഓരോ ഘട്ടമായിട്ട് ജനനം മുതലുള്ളതുണ്ടാവും. മിക്കവാറും നമ്മൾ വന്നത് ഏറ്റവും അവസാനം മുതലാണ് കേട്ടോ. നമ്മൾ തിരിച്ചാണ് കണ്ടു തുടങ്ങിയത്. ക്രൂശീകരണം, യേശുവിൻ്റെ പുനരുദ്ധാരണമാണ് നമ്മൾ കണ്ടത്. യേശുവിൻ്റെ ക്രൂശ് മരണം മുതൽ അങ്ങോട്ട് ക്രൂശിലേക്ക് പോകുന്നു, പീലാത്തോസ് യേശുവിനെ ശിക്ഷ വിധിക്കുന്നു, അങ്ങനെയുള്ള എല്ലാം നമുക്കിവിടെ ഓരോ പ്രതിമയായിട്ട് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. യേശു മുൾമുടി ധരിക്കപ്പെടുന്നു. ഇവിടെയെല്ലാം നമുക്കിരിക്കാം കേട്ടോ. പക്ഷേ ഇവിടെയെല്ലാം വൃത്തിയാക്കിയാണ് അവർ സൂക്ഷിച്ചിരിക്കുന്നത്. നമ്മളും അതുപോലെ തന്നെ സൂക്ഷിക്കണമെന്ന് ഇവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. വേസ്റ്റ് ഇടാൻ വേസ്റ്റ് ബോക്സൊക്കെ ഉണ്ട്. ഇവിടെ അത്യാവശ്യം ചെടികളും നല്ല രീതിക്കുണ്ട് കേട്ടോ.
ഈ കാണുന്നത് 1581 ദേവാലയമാണ് കേട്ടോ. ആദ്യം സൃഷ്ടിച്ച ദേവാലയം ഇതാണ്. അതിനുശേഷം സൃഷ്ടിച്ചതാണെന്ന് തോന്നുന്നു ഈ ഒരു ദേവാലയം. ഇവിടെ വന്നിരിക്കാൻ ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു മനസ്സിന് ഒരു സന്തോഷം കിട്ടുന്ന ഒരു സംഭവമുണ്ട് കേട്ടോ. ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് യേശുവിൻ്റെ ബൈബിൾ നമുക്ക് അത്യാവശ്യം മനസ്സിലാകും. ഗെത്സമനയിലെ യേശുവിൻ്റെ പ്രാർത്ഥന, യേശു ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നു, ശിഷ്യന്മാരെല്ലാം താഴെ നിന്ന് ഉറങ്ങുന്നു യേശു പ്രാർത്ഥിക്കുന്ന സമയത്ത്. ബൈബിളുള്ളതാണ് കേട്ടോ ഇതെല്ലാം. നമ്മൾ ഈ കണ്ടതാണ് കേട്ടോ ആദ്യം നിർമ്മിച്ച പള്ളി. ഇത് രണ്ടാമത് നിർമ്മിച്ച പള്ളിയാണ് കേട്ടോ. ആദ്യം നിർമ്മിച്ച പള്ളി അതിമനോഹരമായി അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കയറി വിഷ്വൽസൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു, പക്ഷേ വോയിസൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോയി നോക്കാം. ഇതെല്ലാം സന്ദർശക മുറിയുണ്ട് ഇവിടെ. വിശുദ്ധ കുർബാന സ്ഥാപനം. ഇത് എല്ലാം യേശുവിൻ്റെ ബൈബിള് പഠിച്ച എല്ലാവർക്കും ഇത് കറക്റ്റായിട്ട് അറിയാം കേട്ടോ ഇതൊക്കെ എന്താണെന്ന്. ഇവിടെ നമ്മൾ നേരത്തെ അമ്പോളി അല്ല തമ്പോളി അങ്ങനെ എന്തോ അവിടെ പോയപ്പോഴും ഇതുപോലെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ ബോട്ടിൽ ഇതുപോലെ താഴെ ഒരു കുളവും കൊടുത്തു. അതിൽ മീനൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ മീനില്ല, പക്ഷേ ഷാമ്പൽ നിൽപ്പുണ്ട്. കുടിവെള്ളമൊക്കെ ഉണ്ട്. ചില പാഴാക്കരുത്. നമ്മുടെ അർത്തുങ്കൽ പള്ളിക്കകത്ത് ഇപ്പോൾ കുർബാന നടക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് ശനിയാണ് ഞാൻ വന്നത്. നമ്മുടെ ഓൾ കേരള ട്രിപ്പിൻ്റെ ഡേ 3 ആണ്. അപ്പോൾ നമ്മളെന്തായാലും കുർബാനയ്ക്കൊന്നും കയറുന്നില്ല. അപ്പോൾ ഇവിടുത്തെ അത്യാവശ്യം കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു എന്നാണ് നമ്മുടെ ഒരിത്. പിന്നെ ഇവിടുത്തെ ഇതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും തിരക്കിയില്ല കേട്ടോ. അത് മറ്റൊരു സംഭവമാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനും അടുത്ത് നമുക്കിനി ഇവിടുന്ന് എറണാകുളത്താണ് പോകേണ്ടത്. ഇവിടുന്ന് ഏകദേശം 50 കിലോമീറ്ററിനകത്തുണ്ട് കേട്ടോ ഇവിടെ നിന്ന്. അപ്പോൾ എന്തായാലും ഇനി വൈകുന്നേരം അവിടെ പോയിട്ട് ബാക്കിയുള്ള വിഷ്വൽസൊക്കെ നമുക്ക് നോക്കാം.